Good morning, all of you. Capstocks-ന്റെ 25 വർഷം തികയുകയാണ്. ആ 25 വർഷം തികയുന്നതിന് എനിക്കറിയാം ഈ മുമ്പിലിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായം ചെയ്ത് ഈ 25th ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തന്ന ആളുകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എല്ലാവരും. അതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ന് ക്യാപ്സ്റ്റോക്സിന് 200 ബ്രാഞ്ച് ഔട്ട്ലെറ്റ്സുകളുണ്ട്. തിരുവനന്തപുരം എന്ന തട്ടകത്തിൽ നിന്നുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏക ബ്രോക്കിംഗ് ഇൻഡസ്ട്രി നിങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി ഈ വരുന്ന 25ാം വാർഷികം വരുന്ന നവംബർ 22-ാം തീയതി RDR ഓഡിറ്റോറിയം എടപ്പഴഞ്ഞി അവിടെ വെച്ച് ആഘോഷിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക്. ഇതൊരു ഒഫീഷ്യൽ ഡിക്ലറേഷനായിട്ട് എല്ലാവരും, അല്ലാതെ തന്നെ ഇൻവിറ്റേഷൻസ് എല്ലാവരുടെയും വീടുകളിലെത്തും. എല്ലാവരെയും ഞങ്ങൾ വിളിച്ചും പറയുന്നുണ്ട്. എങ്കിലും ഇത് വിനയപൂർവ്വം സ്വീകരിച്ച് എല്ലാവരും, ഫാമിലി അടക്കം എല്ലാവരും വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചീഫ് ഗസ്റ്റായിട്ട് ഈ മീറ്റിങ്ങിന് വരുന്നത് NSCയുടെ CEO മാനേജിംഗ് ഡയറക്ടർ ചിത്ര രാമകൃഷ്ണനാണ്. അതുപോലെ തന്നെ കീനോട്ട് അഡ്രസ് ചെയ്യുന്നതിനായിട്ട് CNBC ഫെയിം ടെക്നിക്കൽ അനലിസ്റ്റ് സുദർശൻ സുഖാനി അദ്ദേഹമാണ് വരുന്നത്. അപ്പം വളരെ താരനിബിഡമായ ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്കന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ നല്ലൊരു അഡ്രസ്സായിരിക്കും സുദർശൻ സാറിനെ പറ്റിയും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ കുറച്ച് കോർപ്പറേറ്റ് CSR ആക്ടിവിറ്റീസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അതും ഈ അവസരത്തിൽ ഞാനൊന്ന് വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, ഞങ്ങളൊരു ഇൻവെസ്റ്റേഴ്സ് ചലഞ്ച്, യങ് ഇൻവെസ്റ്റേഴ്സ് ചലഞ്ച്, വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഉള്ള അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മോക്ക് പോർട്ട്ഫോളിയോ ചലഞ്ച് ഞങ്ങൾ ഉണ്ടാക്കിയുണ്ടായി. ഈ ഒക്ടോബർ 15-ാം തീയതി തൊട്ട് നവംബർ 15-ാം തീയതി വരെ സാങ്കല്പിക ഓഹരി അവർക്ക് ഒരു 5 സ്റ്റോക്സ് സെലക്ട് ചെയ്യാം 1 lakh rupees. അതിലിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്ന അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്, സൗത്ത് ഇന്ത്യയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഈ ഇതിൽ പങ്കെടുത്തു. ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ നല്ലൊരു പ്രതികരണമാണ് അതിൽ ലഭിച്ചത്. 10,000 ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്, കേരള, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്. നവംബർ 14-ാം തീയതി ക്ലോസിംഗ് വാല്യൂ വെച്ച് ഞങ്ങൾ വിജയികളെ പ്രഖ്യാപിക്കുന്നതാണ്. ആദ്യത്തെ പ്രൈസ് വന്നിട്ട് 50,000 രൂപയാണ് സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് വന്നിട്ട് 30,000, തേർഡ് പ്രൈസ് വന്ന് 20,000. ഇത് നമ്മൾ വേദിയിൽ ആ ചടങ്ങിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ MD ഉൾപ്പെടെ 1 മാസത്തെ സാലറി അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൊളീഗ്സ് എല്ലാവരും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട്. പിന്നെ കസ്റ്റമേഴ്സിന് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, ഇതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒഫീഷ്യലായിട്ടുള്ള മെയിൽസ് എല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്കൂളുകളെന്ന് പറയുമ്പോൾ 5 വളരെ നീഡി ആയിട്ടുള്ള സ്കൂളുകൾക്ക് ഞങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂം ഫെസിലിറ്റീസ് അവൈൽ ചെയ്തിട്ട്, അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത സ്കൂളുകളിൽ ഒന്നെന്ന് പറയുന്നത് അട്ടക്കുളങ്ങര സ്കൂളായിരുന്നു. ഫസ്റ്റ് ഞങ്ങളുടെ ക്യാപ്സ്റ്റോക്സിൻ്റെ ഓഫീസിന് വളരെ അടുത്തുള്ള അട്ടക്കുളങ്ങര സ്കൂളിൽ ഞങ്ങൾ ഒരു സ്മാർട്ട് ക്ലാസ് ഓഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊടുത്തത് ആലപ്പുഴ, തുറവൂർ, അത് അവിടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ അവിടെ വളരെ ആവശ്യമെന്ന് തോന്നിയ സ്ഥിതിക്ക് അവിടെ ഞങ്ങൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് ഞങ്ങൾ കുറ്റിച്ചിറ ഗവൺമെൻറ് അപ്പർ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ ഒരു സ്മാർട്ട് ക്ലാസ് ഓഫർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസമാണ് അതും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ തൃശ്ശൂർ ഞങ്ങളൊരു സ്കൂളിൽ കൊടുത്തു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് വന്നിട്ട് ശ്രീ മൂകാംബിക ഡഫ് ആൻഡ് ഡംപ്, അത് 10-ാം തീയതിയോടുകൂടി ഞങ്ങൾ അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇത്രയുമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി 22-ാം തീയതി ആ വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. We will start with our regular recommendations. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഈ മാസത്തെ റെക്കമെൻഡേഷൻസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സിപ്ലാണ്. ഇത് നമുക്ക് അറിയാവുന്ന പോലെ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഇവർ എക്സ്പോർട്സ് വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. മുമ്പിരിക്കുന്ന മാനേജ്മെൻറ്റ് കൂടുതലും കൺസർവേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ മാനേജ്മെൻറ്റ് ചേഞ്ചസ് ഒക്കെ 1 year ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കൂടുതലും
റെഗുലേറ്റഡ് മാർക്കറ്റ് US അതുപോലെ യൂറോപ്പിലുള്ള റെഗുലേറ്റഡ് മാർക്കറ്റിൽ ഇവർ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. റെഗുലേറ്റഡ് മാർക്കറ്റ് ആകുമ്പോൾ ഒരുപാട് ഇത് കാണും, കോംപ്ലൈൻസ് ഒക്കെ കാണും, ഒരുപാട് നമ്മൾ പേപ്പർ വർക്ക്സ് അതുപോലെ അപ്രൂവൽസ് ഒക്കെ മേടിക്കണം. പക്ഷേ നല്ല വാസ്റ്റ് ബിസിനസ്സാണ്, ഏറ്റവും നല്ല ബിസിനസ്സുള്ള ജോഗ്രഫിയാണ് US യൂറോപ്പ് പോലുള്ള കൺട്രീസ്. അപ്പോൾ അതിലവർ പോകുന്നുണ്ട്. ഇപ്പം ജർമ്മനി തന്നെ ആൾറെഡി ഇവർ ഇൻഹെയിലർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, അത് നല്ലൊരു സക്സസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഇനി വരുന്ന ക്വാർട്ടേഴ്സിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിപ്ല ഒരു 350, 360 അല്ലെങ്കിൽ ആ ഒരു 400 റേഞ്ചിൽ ഒരു 2 to 3 years ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൂവ്മെൻറ്റ് അപ്വേർഡും ഇല്ല ഡൗൺവേർഡും ഇല്ല, റേഞ്ചിനകത്തായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നതോടെ അതൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഇനി വരുന്ന ഒരു 1 to 2 years നമുക്ക് ഒരു റവന്യൂ സൈഡും പ്രോഫിറ്റ് സൈഡും കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു അപ്രീഷിയേഷൻ ഇവിടെ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഈ സിപ്ല എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അത് നമുക്ക് മേടിക്കാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് ആണ് ഒരു സെക്കൻഡ് സ്റ്റോക്സ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഹൗസിംഗ് ലോൺ കമ്പനീസിൽ ഒരുപാട് ഈ ഹൗസിംഗ് സെക്ടറിൽ ഗവൺമെൻറ് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഈ അഫോർഡബിൾ ഹൗസിംഗ് തന്നെ. ഫസ്റ്റ് കൺസ്യൂമർ സൈഡിൽ ഈ ബഡ്ജറ്റിൽ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ എക്സംഷൻസ് ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അഫോർഡബിളിൻ്റെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ കൺസ്ട്രക്ഷൻ സൈഡിൽ കമ്പനീസിനും ഒരുപാട് അവർ ഓഫർ ചെയ്യുന്നുണ്ട്, മീൻസ് അഫോർഡബിൾ ഹൗസിങ്ങിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 2 to 3 years എല്ലാ ഈ ഹൗസിംഗ് ഫിനാൻഷ്യൽ കമ്പനീസിനൊക്കെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് കാണും. പിന്നെ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയിൽ ആൾമോസ്റ്റ് പീക്കിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഈ ഡിസംബർ അല്ലെങ്കിൽ ഫെബ്രുവരിയിലൊക്കെ ആകുമ്പോൾ RBI റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് കട്ട് ചെയ്തില്ലെങ്കിലും നെക്സ്റ്റ് ഫെബ്രുവരിയിൽ ആ സമയത്ത് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റും ഹൈ ആണ്. അപ്പം ഈ ബിസിനസ്സിൻ്റെ ആൾമോസ്റ്റ് ബാഡ് ഫേസ് കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ ഇപ്പം എല്ലാ വിധത്തിലും ആ ബിസിനസ്സിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതും 1 to 2 years നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഹൗസിംഗ് ഫിനാൻസ് ബിസിനസ്സിലൊക്കെ. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഒരു അട്രാക്റ്റീവായിട്ട് വരുന്നതാണ് ദിവാൻ ഹൗസിംഗ് ഉള്ളത്. കാര്യം വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും നമ്മൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ PE റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ അട്രാക്റ്റീവായിട്ടാണ് അതിപ്പം ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിയൻറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഇത് നമുക്ക് നേരത്തെ ഇൻഫോടെക് എൻ്റർപ്രൈസസ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് IT ഫീൽഡായാലും ഇവർ കൂടുതലും എഞ്ചിനീയറിംഗ് സെക്ടറിലാണ് ഇവർ കാറ്റർ ചെയ്യുന്നത്. നോർമൽ ITയുടെ കുറച്ച് ഡിഫറൻ്റ് ആണ് നീച്ച് ഇൻഡസ്ട്രി എന്ന് പറയാം. കാരണം എഞ്ചിനീയറിംഗ് അതുപോലത്തെ ഇൻഡസ്ട്രിയിലാണ് കാറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇനിയിപ്പോൾ എക്കണോമി റിവൈവ് ചെയ്യുമ്പോൾ പൊതുവേ എഞ്ചിനീയറിംഗ് അതുപോലത്തെ സെക്ടേഴ്സ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടേഴ്സിലൊക്കെ ഒരു ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇതുപോലത്തെ IT ഫേംസിന് അത് നല്ല പോസിറ്റീവ് ആയിരിക്കും. ഈ ക്വാർട്ടറിൽ റിസൾട്ടും നമ്മൾ പ്രതീക്ഷിച്ചോടെ നല്ല റിസൾട്ടായിരുന്നു, എബോവ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ അത് ഇനി അടുത്തൊരു ബുൾ റണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 20-25% എങ്കിലും നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് സിയൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹയർ മിഡ് ക്യാപ്പ് ITയിൽ ഒരു 18P ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വരുന്ന കാലത്ത് അത് റവന്യൂ കാച്ചപ്പ് ചെയ്യും, റവന്യൂവും പ്രോഫിറ്റും കാച്ചപ്പ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പം വാല്യുവേഷൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സെൻറ്റം ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ അവർ ചെയ്യുന്നത് ISRO പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരൊരുപാട് കാറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിഫൻസ് സെക്ടറിൽ നല്ലൊരു വരുന്ന ഒരു പ്രോസ്പെക്റ്റാണ്, നല്ലൊരു ബിസിനസ് പ്രോസ്പെക്റ്റാണ്. കാര്യം ഇന്ത്യയിൽ ഇപ്പം കൂടുതലും ഡിഫൻസ് ഇന്ത്യനൈസ് ചെയ്യാനായിട്ടാണ് മിനിസ്ട്രിയുടെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്. കൂടുതൽ ഇന്ത്യൻ കമ്പനിയിൽ ഈ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യാനും സോഴ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഇമ്പോർട്ട് ബില്ല് ഡ്രാസ്റ്റിക്കായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡിഫൻസ് സെക്ടറിൽ കാറ്റർ ചെയ്യുന്ന 1-2 കമ്പനീസേ ഉള്ളൂ. ഒന്ന് BEL പറയാം, പിന്നെ ആസ്ട്രോമൈക്ര എന്ന് പറയാം, ദെൻ സെൻറ്റം ഇലക്ട്രോണിക്സ്. അപ്പോൾ സെൻറ്റം ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പം വന്ന റിസൾട്ട് ക്വാർട്ടർലി റിസൾട്ടിൽ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ക്വാർട്ടർലി റിസൾട്ടിൽ ഇതോടെ നല്ലൊരു ബെറ്റർ റിസൾട്ട് വരാനാണ് സാധ്യതയുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ സ്റ്റോക്സിൽ ആ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലെവലിൽ നിന്ന് തന്നെ നമുക്കൊരു 15-20% നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് സെൻറ്റം ഇലക്ട്രോണിക്സ്. അത് നമുക്ക് മേടിക്കാവുന്നതാണ്. നമ്മളൊരു നീഡ്സ് കമ്പനി എന്ന് പറയുന്നത് PNB ഗിൽറ്റ് ആണ്. ഇത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഈ ഗവൺമെൻറ് ബോൺസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നതും മേടിച്ച് വയ്ക്കുന്ന ഒരു കമ്പനിയാണ്, മേടിച്ച് അവർ ട്രേഡ് ചെയ്യുന്നതാണ്.
ഇപ്പോഴത്തെ സിനാറിയോയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുള്ള ഒരു സിനാറിയോയിൽ ഈ ആൾറെഡി എക്സിസ്റ്റിംഗ് ബോണ്ടിനൊക്കെ വില കൂടും, പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇരിക്കുന്ന ബോൺസിനൊക്കെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ജനറലി പ്രൈസ് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ബോൺസിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടാൻ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവർക്ക് ഈ വരുന്ന നെക്സ്റ്റ് ക്വാർട്ടറിലും അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ 2 ക്വാർട്ടറിലും നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ബോണ്ട് പോർട്ട്ഫോളിയോയുടെ ഒരു അപ്രിസിയേഷൻ വരുന്നതാണ്. അപ്പോൾ ഇപ്പം വരുന്ന ഈ ക്വാർട്ടറിലും കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ ഒക്കെ പ്രോഫിറ്റ് വെച്ച് കമ്പാരിറ്റീവ്ലി 25-30% പ്രോഫിറ്റ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ സ്റ്റോക്ക് പ്രൈസിൽ നെക്സ്റ്റ് 1 മന്തിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഈ PNB ഗിൽഡ് എന്ന് പറഞ്ഞ ഷെയർ എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡൗൺ സൈക്കിൾ വരുമ്പോൾ നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഷെയറാണ്. നമുക്കൊരു മേടിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഒരു 32-33 വരെയൊക്കെ ഷോർട്ട് ടേമിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് മേടിക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ മാസം കൊടുത്ത റെക്കമെൻഡേഷൻസ് ആണ്. അതിൽ കാസ്ട്രോൾ വലുതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡൗൺ ആണ്. പക്ഷേ നമ്മൾ കൊടുത്ത 3 ഷെയർസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അക്സല്യ കാലെ അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു 5% അപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൽ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാൻഫിൻ ഹോംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹോം ഫിനാൻസ് കമ്പനീസ് ഒക്കെ നല്ലൊരു ഡിമാൻഡ് കഴിഞ്ഞ ഒരു 1 മന്തായിട്ടുണ്ട്. ക്യാൻഫിൻ ഹോംസും നല്ല അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. കോക്സാങ്കിങ് 334 ആണ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് 306 ഇന്നലെ ക്ലോസ് ചെയ്ത്, എങ്കിലും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 6.8% റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചാർട്ട് നോക്കി കഴിഞ്ഞ 2 മീറ്റിങ്ങിൽ കാണിച്ച ഒരു ചാനൽസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലെവലിൽ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് തന്നിട്ട് തിരിച്ച് മാർക്കറ്റ് അപ്പർ ബാൻഡിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഈ അപ്പർ ബാൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ആണെങ്കിൽ ഏകദേശം 8,600 വരെ ആ ബാൻഡ് ഉണ്ട്. അപ്പം നമുക്കൊരു നെക്സ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് നോക്കുകയാണെങ്കിൽ 8,550 വരെ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ആണെങ്കിൽ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഡൗൺവേർഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം സപ്പോർട്ട് 8,150 അല്ലെങ്കിൽ 170 ആ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 8,150 to 8,550 ആ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റ് 3 days ആയിട്ട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ക്യാൻഡിൽ, 2 വലിയ ക്യാൻഡിൽ വന്നിട്ട് അടുത്ത നെക്സ്റ്റ് 3 ക്യാൻഡിൽസ് എന്ന് പറയുമ്പോൾ ചെറിയ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു 3 days ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെറിയ ക്ലോസിംഗ് ആണ്. ഒരു 10 points 15 points ഇന്നലെ 1 പോയിന്റിൻ്റെ ആ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പം ആസ് ഇറ്റ് ഇസ് ഒരു 2 to 3 days ആയിട്ട് ചെറിയൊരു മൊമെൻറ്റം കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കറക്ഷൻ വന്നാലും 8,180 8,200 വരെ വരാനുള്ള ഒരു സ്കോപ്പ് മാർക്കറ്റ് കാണുന്നുള്ളൂ. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ടാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ 8,200 ആയിരുന്നു നേരത്തെ നമുക്ക് മുൻപിലത്തെ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി. അതിൻ്റെ മുകളിൽ ഒരു 4 days മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 8,290 ഒരു സപ്പോർട്ടുണ്ട്, ചെറിയ സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്താലും ഈ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് 8,180 ആണ്. 8,180 ഹോൾഡ് ചെയ്യുന്നത് വരെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻസ് എന്ന് പറയാം. 8,180 താഴെ മാർക്കറ്റ് പോയാൽ ഒരു നെഗറ്റീവ് ബയസ് വരുന്നുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ് ഫിബിനോക്കി മാർക്കറ്റ് മാക്സിമം ഇറങ്ങുകയാണെങ്കിലും നമ്മൾ ഫിബിനോക്കി റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 7,800 വരെ വരാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ആ ഒരു സിനാരിയോ നമ്മളിപ്പം കാണുന്നില്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇത് വന്നാൽ 8,200 താഴെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഷോർട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ലാസ്റ്റ് 3 days ആയിട്ട് മാർക്കറ്റിലൊരു മൊമെൻറ്റം കുറച്ച് കുറഞ്ഞിട്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ആൾറെഡി മാർക്കറ്റ് ഒരു ഓവർ ബോട്ട് സിനാറിയോയിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ 80യുടെ മുകളിലാണെങ്കിൽ ഒരു ഓവർ ബോട്ട് സിനാറിയോ എന്ന് പറയാം. ഈ 80യുടെ മുകളിൽ തന്നെ ഒരു 3 to 4 days ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഓവർ ബോട്ടിൽ തന്നെ ഒരു 3-4 ദിവസം കൂടെ നിൽക്കുന്നും വരാം, നിന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ വരുന്നത്. എങ്കിലും ഒരു ഷോർട്ട് ടൈമിൽ മാർക്കറ്റ് ഒരു മൊമെൻറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ വരികയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മേടിക്കാവുന്നതാണ്. Among the recommendation slip we have given, one company called Centrum Electronics we have recommended. Most probably those who are working in ISRO will be knowing that company. Actually they are supplying to defense industries, then the DRDO they are supplying parts. They are having 2 divisions. One is called electronic contract manufacturing, where they are manufacturing electronics for exporting to UK, USA and European countries. Another part is called product division, where they are supplying products to these defense equipments, telecom companies and all.
The company looks very interesting. It is one of the few listed companies in India that they do business like this. Recently, from India, 17 companies represented World Economic Forum as a high growth companies where they have potential to become large cap in next few years. Among these 17 companies from India, Centrum Electronics is one of them, and most of them were unlisted companies. And among listed, 3 or 4 companies were there. Just Dial was there, which was trading at a very high valuation of 70-80 PE. And if you see Centrum means it is still trading at 12-13 PE. This year they may show 40 rupees EPS, and from next year there is a very good chance of earnings going up by 50%, and most probably the stock may cross 1000 rupees in the next 1 year. These Centrum Electronic we are recommending from 160 rupees. Now it has come to 550, but still it looks very attractive. And most reason and most positive is that the new government, they want to buy defense product indigenously. So Centrum Electronics will be one of the key beneficiary on this policy. So investors can buy even at current price around 550 with a view of 6 months, and they can see at least 50% return from here on. Coming to the market, if you see 1 year back when Nifty was trading around 5,700, 800 levels, when someone has told that in next 1 year Nifty may cross a 8,000 means no one would have believed it. But in reality it has happened, and most of the mid cap and small cap stocks where fund managers were thinking of untouching it because of lack of volume, now they are buying each and every small and mid cap stocks where volume was very less, and they have gone up by 5 times, 6 times many mid cap and small cap stocks. So that is the U-turn market has done in the last 1 year. And in the last 1 month, if you see, means market has gone to all-time high. It is mainly because of Infosys, which has a very high weightage in the index, has done very well. It was trading around 3,200, 3,300 level. Now it has crossed 4,000 levels because of change in management. There is a huge expectation that new management will do good things and will turn around the company to high growth levels. So based on the expectation, Infosys is going up. Because of its weightage in the heavy weightage in the index, index also has lifted, and now it has gone to all-time high, and Nifty has crossed 8,300 levels. Globally, if you see market means it's a roller coaster ride. Some of the very big markets like German DAX and all fell very sharply. Just 3 weeks back, each and every day the German index and UK were falling 2%, 3% daily without any reason they were falling. Now in the last 10 days it has again started going up, and it has recovered most of the losses. And similarly, if you see USA and USA markets also, there is a huge volatility. Market fell very sharply, and they have recovered all the losses. Now it is trading at all-time high. Relatively, our Indian markets, the volatility is very less when compared to this European and US markets, and we have performed very well, and there is a very good stability in our markets. The positive point in our market is that crude oil prices continues to fall. Last meeting when we discussed that US is increasing its crude oil production drastically, which has changed the dynamics of demand supply of crude oil, which is keeping the crude oil prices down. That is happening now also. And crude oil prices between last meeting and this meeting, it has fallen again more than $10. From 95 it has come to $82, which is very positive for India. So that is taking place, which is keeping our markets very buoyant. And there is some action in financial stocks. There is a great expectation now. It has built in that rate cut will happen very soon. And based on that expectation, all the financial stocks are going up. We are seeing inflation coming down, crude oil prices coming down, and there is a very low demand for credit, which is the ideal situation for bringing down the interest rate. So based on that expectation, interest rate sensitive stocks like banking and financials, they are doing very well, and there is a great hope that RBI will soon cut interest rate. Now December 2nd is the meeting RBI has scheduled, and most probably even if in December if they don't cut rate, means next meeting will be on February. Most probably on February there is a very good chance that RBI may cut interest rate by 25 basis points. So that expectation has built into our markets.
And in the last 1 month, if you see, means Nifty and Sensex has did very well, mainly because Infosys has rallied a lot. Similarly, Reliance has also gone up by around 10%. It was trading around 920, 930 levels. Now it has come to near to 1000 level. That also aided the movement of Nifty and Sensex stocks. And mid cap around 7% it has gained. Small cap around 5%. And the positive thing is that some of the beaten down stocks in real estate and infrastructures, they have shown a very good momentum in the last 2 weeks, 3 weeks. And because of some policy action by the government allowing FDI in real estate sector, they have reduced the size of the projects, which is positive for the industries. That is why these stocks has performed. So overall, it is a very good market, and still we are seeing many mid cap and small cap stocks going up very sharply. So if you pick a correct stock, means you can do very well in the market. And this is the positive thing about the market. Our market is that consumer inflation is finally started coming down. Just 1 year back, if you see, means the consumer price inflation was around 11%, 10%. Now it has gradually come down. Now it has come to around 6.4%. Our RBI Governor Raghuram Rajan, he has kept a target for consumer price inflation. His first target was 8% by January 2015 and 6% by January 2016. That is the target he has kept 1 year back when the inflation was around 10%. So already we are near to 6.46% inflation. That means by 2016 target we are here by 2015, before 2015 itself. The one point about the inflation should be, it should be stable. Just by falling to 6%, then again going up by going to 8%, 9%, it should not happen like that. It should be around 6% or 7%, stable for at least 6-7 months. So that is what RBI wants to happen. Most probably we may see that inflation will be hovering around 6 to 7% in the next 4-5 months, and that will be very positive, and that may induce his first rate cut by early next year. And based on the expectation, generally what will happen is that government bond used to discount that thing in advance, the interest rate happenings. And if you see the yield in the government bond, it has been gradually coming down. Since September, if you see, when the yield was around 8.5%, now it has fallen to 8.2%. So the movement also very smooth fall. It is not like a huge volatility is there in the government bond market. There is a smooth fall in the government bond market. Prices has been increasing steadily, thereby yields are falling. So which indicates that there is a strong expectation in the government bond market that the interest rate may soon start coming down. And Brent crude oil prices, last time when we were discussing, it was around 95 levels. Now again it has fallen to around $12-13. It has fallen. It has fallen to 82 levels. Even 2 days back, we have seen a very sharp fall in crude oil prices, mainly because it has become a suppliers market. What is happening is that 2 days back, Saudi Arabia has given a huge discount to the US producers. Previously, in the historically, if we see, whenever crude oil prices increases, what the producers used to do is they will initially cut their production to keep the prices, to support the prices. But this time what has happened is that the main producers, OPEC, they haven't reduced the production drastically. Instead of what they are trying to do is that they are more concerned about their market share. So Saudi Arabia, the largest producer in the OPEC, what it has decided is that they haven't reduced any production. Instead, they have gone for a price cut. They want to keep their market share intact so that they could continuously supply to all of them. So that is keeping the crude oil market at a very downward trend, and it has come to around 82 levels. What analysts were telling is that crude market analysts were there, at least in the next 6 to 7 months, there is unlikely that crude prices will go beyond $95. That is the expectation of a crude oil analyst, and most probably it will be very helpful for India. So the first positive point what we have got because of low crude oil prices, that diesel price has been finally decontrolled, where diesel prices will also now move in tandem with the international crude oil prices. Right now, petrol prices was only decontrolled. Now the second product which has been decontrolled is the
diesel price. So it will be very positive for our economy as a whole, because previously what was happening was that there is a huge price differential between petrol prices and diesel prices, which was keeping even the automobile makers market at a huge volatile, because most of them were buying diesel cars instead of buying petrol cars. So now that anomaly has been removed. So both the diesel and the petrol users has been kept at the same plate, and thereby when there is a movement in the international prices, both petrol and diesel prices will move in tandem in India. And second thing is that because of decontrol of diesel, there's a government subsidy problem will also get reduced. Right now, last year what was happened was that government incurred a huge loss on diesel prices. Now that has been removed because of the decontrol. So it will also reduce fiscal deficit at one point of time, which is very positive as we look into macroeconomic point of view. Internationally, many things has been happening. One of the very important thing is that the US has finally entered its quantitative easing. Quantitative easing is nothing but buying bond in the open market, thereby injecting liquidity into the market to keep the economy going into growth path. It is like giving stimulus to the economy to get back economy into the normal track. So when 2008, what happened in US was that there is a huge economic crisis because of the housing market bust, and because of that, in 2008, from 2008 onwards, US Fed initiated 3 quantitative easing programs to revive US economy from the 2008 financial crisis. So for quantitative easing 1 and 2, it was an closed-ended. It was for a fixed period of time. But quantitative easing 3, which started from September 2012, was an open-ended, where Ben Bernanke, the US Fed, said that it will keep on till US economy revives. And since now we are seeing a lot of revival in US economy and it is back in track, they have gradually tapered off the quantitative easing amount, and finally they entered the quantitative easing on October 2014 Fed meet. So US has finally has moved out of quantitative easing. So what does this quantitative easing end signals is that it signals revival. There is a strong revival in US economy, the first point. Second thing is that US dollar will become stronger from here on, because their economy is now doing well. The liquidity of US dollar the incremental liquidity from US Fed will start reducing. So overall, it will have a strong US dollar in the coming days, which is positive for IT companies. That is happening in one hand. But on the other hand, Bank of Japan and European Central Bank, they have actually increased the quantitative easing amount because the US economy has revived, whereas whereas Japan and Eurozone are still not out of woods. So in order to bring back their economy, both Bank of Japan and European Central Banks, they have decided to increase the stimulus amount. If you see the Bank of Japan last week, they have increased its bond buying program from 50 trillion yen to 80 trillion yen. That is almost $60 billion of bond buying they are going to do per month. That means every month they will inject around 60 billion into the Japanese economy. So that is the stimulus they are giving. And the second thing is that European Central Bank just yesterday, the day before yesterday, on Thursday, they announced that they are going to soon start their bond buying program to revive their economy. The amount is not disclosed, but they have told that it is going to be at least a 2-year program where every month they will start buying bond from the Eurozone to inject liquidity into their economy. So what happened was that on one hand, US has reduced the liquidity by closing of the quantitative easing, but on the other hand, what has happened was that both Bank of Japan and European Central Bank, they have increased their liquidity. So there is a huge volatility in the global markets in terms of liquidity. So finally, what is going to the impact because of the contrary action by the global banks? If you see, means 1 year back there is a huge volatility in our markets because of US Fed going to stop the quantitative easing. Even in last year September, if you see, our markets, both bond markets and equity markets across the globe fell very sharply because of that news. But now US has stopped, but to
balance it, both the Bank of Japan and European Central Bank has initiated more stimulus. So the US quantitative easing stopping has been neutralized by the other two major economies. Second thing is that since US has stopped it, US dollar is going to be very strong, while euro and yen is going to be very weak in the coming days. That is going to happen. Already the process has started 1 month back itself, and in the coming days we are going to see a very strong US dollars, whereas euro and yen is going to be very weak. And third thing is that we are going to see a very active currency and commodity markets, because on one hand dollar is going to get strength, on the other hand euro and yen are going to be very weak. So currencies market is going to be very active, and commodity also we are going to see huge volatility, mainly because all the commodities are priced in US dollars. So whenever the US dollars become strong, most of the commodity prices used to fall. So in the coming days, on the expectation of US dollar getting strong, all the commodity may see huge action in the coming days. And this is the dollar index. Already if you see in the last 4 or 5 months since July, if you see means the dollar index from almost 80, it has now bounced back to 87 levels. Dollar index is nothing but the state of US dollar against 6 major currencies. That is called dollar index, where how the US dollar is performing against 6 major currencies. Among them, the main currency is the euro, where it has a weightage of almost 56%. The second major currency in the dollar index is the Japanese yen. Since both the euro and Japanese yen are expected to be very weak, the dollar index is expected to have a very bull run. Most probably it may cross 90 very soon. And if you see the commodity traders, they will be having a close look on the dollar index, because whenever the dollar index used to go up, commodity price used to fall. That is what it has been happening in the past. Most probably in the next coming few months also, the same thing will be happen. And we are in the results season now, so individual companies has been reacting to the results. And among the Sensex companies, almost 14 companies have declared it, but I have put it only, compiled only 13 companies. I have left out Sasa Sterlite because of the merger with Sasa Goa and Sterlite. So in order to have a simple comparison, I have took only 13 companies result. If you see that the sales hasn't gone up much, only 3.7% it has gone up when compared to last year, mainly because one of the heavy weight stock in the Sensex, that is Reliance Industries, they had a very muted sales in this current quarter because of the fall in raw material prices. That is why the sales growth has been very less, whereas profit has gone up by 11%. So there is no big jump in profitability in the Sensex companies. Till now the results has been announced. But last time it was a very good results where both sales and profit has gone up more than 20%. This time it is not a very good set of numbers. The sales has gone up by just 3% and net profit by 11%. And if you see the larger picture, almost 224 companies, if you see, means in that also the same case has happened, where there is a marginal growth in sales, whereas profit has gone up by 15%, and sales growth has been lower than last time, and profit growth has been almost similar to that of last time. So in the current quarter results, there is no big surprise on the sales front. This is the chart of the global markets, where I initially told that there is a huge volatility in the global markets, especially in the European and American markets. And this is the chart of German DAX. If you see, means almost from 10,300 levels, the German DAX fell to 8,300, a fall of almost 17% in a matter of 1 month. The index fell. From there, it has bounced back by almost 10%. So that the fall has been very steep. That every day it has been falling around 1%, 2%, 3% on a daily basis. It has been falling, almost mimicking the fall of 2008. Similarly, if you see FTSE also, there was a sharp fall just 2 weeks back. Now it has bounced back. But the very interesting part is the US market. US market also fell very sharply, but the bounce back was so sharp that it has crossed the previous all-time high. The Nasdaq also had a similar picture, where the fall was very sharp, but bounce back also it was equally very sharp, and it has crossed the all-time high. So the picture of both US Nasdaq and Dow Jones indicates that US markets was on a strong footing,
whereas the European markets were not that much strong because their bounce back was only 50% of their fall, whereas in US and US markets the bounce back was so sharp that it could able to pierce the previous high. The another commodity which has been falling and which has a huge impact on India along with crude is that the gold prices has fallen very sharply. And if you see that the international gold prices, it has come to almost near to 5-year low. Generally, we used to tell that gold is a safe commodity, but as far as the international investor is concerned, it is almost equal to the stock market. Because if you see that from the high of 1900, 1890, the gold price has almost come to $1,140. It has fallen almost 40% fall in the gold prices in the international market in the last 3 years. So for a foreign investors, it is almost the gold, even gold has an equal risk like an equity. And in India, since our currency has depreciated, the fall was not so sharp. If you see the FII activity, it has come down. Previously, we used to get 3 billion, 2 billion every month, but from August onwards, the quantum of money FII has been buying has come down. In August and September, it is lower than 1 billion. In October, actually, it was a negative inflow. That was mainly because at that time I told that the European markets has been falling so sharp. So some of the European-based investors, they have been taking money from India. That is the reason why the October there was some small outflow. In November, but from last 1 week onwards, FII has been continuously buying, and they have been buying 1,000 crores, 1,500 crores daily basis. So there is some inflow into our market in the first week of November. 0.7 billion we have got it. So totally this current year till now we have got around 14.4 billion. But on the other hand, if we see means what is very interesting is that this domestic mutual fund there is a huge inflow, which indicates that retail investors are continuously investing into the market indirectly through mutual fund. And what is interesting is that after many years, the quantum of money into the domestic mutual fund is higher than the FII inflow. During this period, FIIs have been investing less than 1 billion, but we had more than 1 billion of equity inflows into domestic mutual funds. So in September, we had around 7,900 crores. In October, 5,600. So almost a consistent buying of around 5,500 has been coming into our into domestic mutual fund, which will ultimately get invested into the equities market in the coming days. If you see the broader picture of DII, that is domestic institutional investor, they include mutual funds, insurance, banks. So all these three categories they will get included, and they are termed as domestic institutional investors. And if you see, they are also buying has come in the first quarter, that is January, February, March period, there was almost a 14,000 crores outflow. They have been selling it. And in the second quarter, April, May, June, they have sold 16,000 crores. But from third quarter onwards, the quantum of selling has got reduced considerably. In the third quarter, just 2,000 crores they have sold it. But in the fourth quarter, that is from October and now to November 6, for 36 days, they have actually bought 1,700 crores worth of shares in the equity market. So there is a huge change in investment pattern is happening in domestic institution side. And 2 days back when Uday Kotak was interviewed in CNBC, he told that in the next 5 years, the amount of money from domestic institutional investors is going to be very high. It is going to be higher than the foreign institutional investors inflow. That was his opinion, which means that from retail investors, they are going to come into the market very actively in the next few years. And some of the events to watch is this Q2 results are coming. Next week, we are going to have huge results. Companies like Tata Motor, Tata Steel, State Bank of India, all will be publishing their Q2 results by next week. But before November 15th, all companies has to compulsorily announce their results. So by November 15th, we will get all the results. That is exactly 1 week from here. So next week is going to be very active. And second thing is the commodity price, we have to see it. Crude prices are coming down, which is keeping all these oil marketing companies like SPCL, BPCL very strong. So commodity price, we have to watch it. And third thing is that November 12th, we are going to have IIP data and inflation data. And inflation data, we have to see it.
consistently coming down. So this time we have to see how the inflation data behaves. Also IIP data for the last 2 months was just marginally higher, and this month we have to see how it is going to be. And the fourth thing is this: the RBI monetary policy meet is scheduled on December 2nd. So now generally there is a case built on interest rate cut, and we have to see how this RBI governor is going to deliver his speech on December 2nd. Uday Kotak, he told that there is a chance of 30% chance of interest rate cut in the December 2 meeting, but there is a very high chance of interest rate cut in February meeting, he said. So most probably in December 2nd, he may talk positively on interest rate cut front, but he won't cut interest rate on December 2nd meeting. But on February meeting, definitely there is a very good chance of interest rate cut. Thank you. We are going to have a currency class also, because we are expecting currency markets going to be very active in the coming days. Now, if you have any question, you can ask sir individual. Good morning all of you. Already നമ്മൾ ഈ പ്രസന്റേഷനുകളെല്ലാം കമ്മോഡിറ്റി പ്രൈസസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കമ്മോഡിറ്റി ആൻഡ് കറൻസി പ്രൈസസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് സെൻസെക്സ്, അല്ലെങ്കിൽ സെൻസെക്സിന്റെ ഫർദർ മൂവ്മെന്റ്സിനെ കറൻസിയുടെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ മൂവ്മെന്റ്സ് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഇപ്പോൾ മനസ്സിലുള്ളൊരു ചോദ്യം, ഗോൾഡിന്റെ വില പവന് 2000 രൂപയിലേക്ക് വരുമോ ഒരു ഗ്രാം വാങ്ങാൻ വേണ്ടി, അല്ല ഒരു പവൻ വാങ്ങാൻ വേണ്ടി? സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഈ പെട്ടെന്ന് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ധാരാളം കോളുകൾ കിട്ടുന്നുണ്ട്, ഗോൾഡ് പ്രൈസ് ഇനിയും താഴേക്ക് പോകുമോ? ശരിക്കും ഇന്റർനാഷണൽ ലെവലിലും രണ്ട് രീതിയിലാണ് നമ്മൾ തന്നെ കാണേണ്ടത്. ഒന്ന്, നമ്മൾ ഇന്റർനാഷണൽ ലെവലിലെ ഗോൾഡ് പ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഗോൾഡ് പ്രൈസ്. ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം $1140. ഏകദേശം $1900 നിന്ന് ഒരു ഔൺസിനാണ് പറയുന്നത്. അതായത് 31.5 ഗ്രാം എന്ന് പറഞ്ഞൊരു ഔൺസിൽ ഇപ്പോൾ വന്നിട്ട് ഏകദേശം 1140 ആ ലെവലിലാണ്. ഓൾ ടൈം ലോയിലാണ്. അതിൻ്റെ ഒരു മേജർ സപ്പോർട്ടായിരുന്ന 1180 എന്ന് പറഞ്ഞൊരു ലെവലുണ്ടായിരുന്നു. ഒരു ഔൺസിന് 31.5 ഗ്രാമിന് 1180 എന്നൊരു ലെവൽ അത് ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച അത് ഓൾ ടൈം ലോയിലേക്ക് താഴേക്ക് വരികയുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിൽ കുറേയധികം ഘടകങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രോഗ്രാം അത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയറോളം ആയിട്ടുണ്ട്. ഓരോ ക്വാർട്ടറിലും അവർ $10 ബില്യൺ വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്റർനാഷണൽ ലെവലിൽ അതൊരു ഘടകം. രണ്ടാമത്, കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 8 ആഴ്ചകളിലെ US അൺഎംപ്ലോയ്മെന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ ഡോളറിന് സപ്പോർട്ടീവായിട്ടുള്ള ഘടകങ്ങളാണ് ഈ കഴിഞ്ഞ 8 ആഴ്ചകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. സോ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗോൾഡ് പ്രൈസിനെ സംബന്ധിച്ച് ഗോൾഡ് പ്രൈസും ഡോളർ ഇൻഡെക്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. നേരത്തെ പറഞ്ഞു, ഗോൾഡ് പ്രൈസും മാത്രമല്ല ക്രൂഡ് ഓയിൽ പ്രൈസും, അതായത് എല്ലാ കമോഡിറ്റി പ്രൈസും അഗെയിൻസ്റ്റ് ഡോളറിന്റെ ടേംസിലാണ് ചെയ്യുന്നത്. ഡോളർ ഇൻഡെക്സ് കയറുന്നതനുസരിച്ചിട്ട് നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് വരുന്നത്. സോ കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ $90 ഇൻഡെക്സ് 90 ലെവലിലേക്ക് പോകുന്നു. അതനുസരിച്ചിട്ട് ഗോൾഡ് പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് താഴെ പോകുന്നു. രണ്ടാമത്, അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അൺഎംപ്ലോയ്മെന്റ് ഫിഗർ തന്നെയാണ്. അൺഎംപ്ലോയ്മെന്റ് ഫിഗർ കഴിഞ്ഞ ലാസ്റ്റ് ഡേയിൽ വിട്ട അൺഎംപ്ലോയ്മെന്റ് ഫിഗർ പോലും, അവരുടെ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ജോബ്സ് പോലും വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കൂടി വരുന്നുണ്ട്. ജോബ്ലെസ് ക്ലെയിം കുറഞ്ഞു വരുന്നുണ്ട്. ജോബ്ലെസ് ക്ലെയിം, അതായത് തൊഴിലില്ലായ്മ അവിടെ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് എക്കണോമി വളരെയധികം സ്ട്രോങ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള, അതായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ECBയുടെ പ്രസിഡന്റിന്റെ അനൗൺസ്മെന്റ്, അവരുടെ പോളിസി മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള അത് വന്നിട്ടുള്ളതും വളരെ പോസിറ്റീവ്, ഡോളറിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഡേറ്റയാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. സോ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ഗോൾഡിനെ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്ന ഏകദേശം നമ്മളുടെ ഡൊമസ്റ്റിക് പുറത്തുള്ള മാർക്കറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ M6-ലെ 99.5 വരുന്നത് 25,800 എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. 10 ഗ്രാമിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 2500 ലെവല്. നമ്മുടെ ഗ്രാമിൽ പറയുമ്പോൾ 2400 അല്ലേ, ആ ലെവലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ വേറൊരു ഘടകം കൂടെ, പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ റുപ്പിയുടെ സ്ട്രെങ്താണ്. റുപ്പി ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 60-80 മുതൽ 62 വരെയുള്ള റേഞ്ചിലാണ്. 60 മുതൽ 62 റേഞ്ച് വരെയാണ്. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന എക്കണോമിക് ആയിട്ടുള്ള റിവൈവലും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പോളിസി മേക്കിങ്ങും വരികയാണെങ്കിൽ ബഡ്ജറ്റോട് കൂടി ഇത് കം ഡൗൺ ടു 60-68 ലെവലിൽ 60-60.80 ആ ലെവലിലേക്ക് താഴേക്ക് വരാനുള്ള
ചാൻസസ് കാണുന്നത്. ഇനിയും വളരെ നല്ല ബഡ്ജറ്റ്, വളരെ വലിയ പ്രതീക്ഷയൊക്കെ ആണെങ്കിൽ 59-ലേക്കൊക്കെ വരാനുള്ള ചാൻസ് വീണ്ടും കാണുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ പ്രൈസിൽ സ്വാഭാവികമായിട്ടൊരു ബോട്ടം ലെവലാണ്. അവിടെ നിന്നൊരു വലിയൊരു ഫോൾ ഇനിയും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. 1100, 1120 ആ ഡോളറിലൊക്കെ നിൽക്കും. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വളരെ താഴെ ഒരു നെഗറ്റീവായിട്ടുള്ള, അതായത് വെച്ചാൽ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒറ്റ ഘടകം കൊണ്ട് തന്നെ കുറച്ചും കൂടി താഴേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ മേജറായിട്ടുള്ള ഗോൾഡിന്റെ കൺസ്യൂമർ എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ചൈനയാണ്. ഗോൾഡിന്റെയും ബേസ് മെറ്റൽസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കൺസ്യൂമർ ചൈനയാണ്. ചൈനയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റാസ് വളരെ നെഗറ്റീവാണ്. അവരുടെ ഗ്രോത്ത് റേറ്റ് വളരെ കുറച്ചാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ HSBCയുടെ ഒക്കെ പ്രൊഡിക്ഷൻ പറയുന്നത് ചൈനീസ് വരുന്ന ക്വാർട്ടറിലും അവരുടെ ഡേറ്റ വളരെ നെഗറ്റീവായിട്ട് വരാനാണ് സാധ്യത. വീണ്ടും അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ ഡിമാൻഡ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. മീഡിയം ടൈമിൽ ചെറിയൊരു ബൗൺസ് വരാം. മീഡിയം ടൈമിൽ ഗോൾഡിൽ ഒരു 1 month 2 monthിലേക്ക്, കാരണം ഇപ്പോൾ ഓവർ സോൾഡ് പൊസിഷനാണ്, ടെക്നിക്കലി കുറച്ചൊരു ബൗൺസ് വരാം. ബട്ട് ഒരു മാർച്ച് ഏപ്രിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചും കൂടി താഴേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കുറച്ചുകൂടി താഴോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലും അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പക്കിന്റെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ ലിബിയൻ പ്രൊഡക്ഷനെ കുറിച്ച്, ലിബിയയിലെ അവരുടെ റിബൽ അറ്റാക്കിനോടനുബന്ധിച്ച് അവർ കൈയടക്കി വെച്ചിരുന്ന പല സഹാറ ഏരിയകളിലുള്ള അവരുടെ റിഗുകളിൽ പ്രൊഡക്ഷൻ അവർ തിരിച്ചു പിടിച്ചിട്ട്, റിബൽസിനെ തിരിച്ചു പിടിച്ചിട്ട് അവർ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് സർപ്ലസ് ആയിട്ട് ഇപ്പോൾ ഓൾറെഡി 1 million ബാരലോളം സർപ്ലസ് ആണ് ഇൻവെന്ററിയിൽ. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ഈ ഇതോട് വരുമ്പോഴത്തേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് ഒരു 6 monthsലേക്ക് $65 താഴേക്ക് പോകാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഏകദേശം 80 ആ ലെവലിലേക്കാണ്. അത് കുറഞ്ഞിട്ട് $65 വരാൻ സാധ്യതയുണ്ട്. അതും നമ്മുടെ മാർക്കറ്റുമായിട്ട്, ഇത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് മാത്രമല്ല പറഞ്ഞത്, ക്രൂഡ് ഓയിൽ പ്രൈസ് താഴുന്നതനുസരിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ കറണ്ട് ഡെഫിസിറ്റ് കുറയും. കറണ്ട് ഡെഫിസിറ്റിനനുസരിച്ച് നമ്മുടെ എക്കണോമി കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. വളരെയധികം നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റിന് സപ്പോർട്ടീവായിരിക്കും. നേരെ മറിച്ച് ഗോൾഡ് പ്രൈസിനെ സംബന്ധിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് മാർക്കറ്റ് സ്ട്രോങ് ആവുന്നതനുസരിച്ച് റുപ്പി കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഗോൾഡ് പ്രൈസ് സ്വാഭാവികമായിട്ട് താഴേക്ക് വരും. ഇതാണ് ബേസിക്കലി പറയാനുള്ളത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കറൻസിയിൽ നമ്മൾ NSEയിൽ നമ്മൾ പ്രധാനമായിട്ടും കറൻസി ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. ഞാനിവിടെ ചെറിയ ബ്രാഞ്ചിൽ അറ്റൻഡ് ചെയ്തവർക്കറിയാം, കറൻസി ഫ്യൂച്ചേഴ്സ് നമുക്ക് NSE കറൻസി നമ്മുടെ സ്ക്രിപ്റ്റിനോടൊപ്പം തന്നെ അവൈലബിൾ ആണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 1 വർഷം വരെയുള്ള കോൺട്രാക്ട് NSE ഫ്യൂച്ചേഴ്സ് ആണ്. ഇപ്പോൾ NSE ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് മാർക്കറ്റിന് പാരലായിട്ട് തന്നെ മൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ മാർക്കറ്റിന് റിവേഴ്സ് ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ US ഡോളർ വേഴ്സസ് റുപ്പി ആയിരിക്കും. ഒന്ന് എക്സാമ്പിൾ പറഞ്ഞാൽ US ഡോളറിന് റുപ്പിയുമായിട്ടുള്ളതുണ്ട്. അതായത് 61.80 ആണ് ഇന്നലത്തെ പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് വളരെ താഴേക്ക് പോകുമ്പോൾ, നിഫ്റ്റി വളരെ പെട്ടെന്ന് താഴേക്ക് പോകുമ്പോൾ ഈ 61.80 എന്നുള്ളത് 62.30, 62.50 അങ്ങനെ മുകളിലേക്ക് എടുക്കും. എന്ന് വെച്ചാൽ തിരിച്ചാണ് റിവേഴ്സ് ആയിട്ട്, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് നമ്മൾ കറൻസി മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. നമുക്ക് നിഫ്റ്റിയിൽ കുറച്ച് ഹോൾഡിംഗ് ഉണ്ട്, 1 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ, അല്ലെങ്കിൽ നമുക്ക് ഹോൾഡിംഗ് ഉണ്ട്. വളരെ പെട്ടെന്ന് താഴേക്ക് പോകുന്ന സമയത്തും നമുക്ക് കറൻസി ബൈ ചെയ്തിടാം താഴേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നമുക്ക് ഇതിനെ എഗൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 64, 65 ലെവൽ നിന്ന സമയത്ത് സെൻസെക്സ് വളരെ താഴെയായിരുന്നു. 1 year അഡ്വാൻസ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇതിനെ നമുക്ക് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മാർച്ച് മാസത്തിൽ ബഡ്ജറ്റ് വരാൻ പോകുന്നു. ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഇപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടിയുണ്ട്, അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലുള്ള ഡിസിഷൻ. ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പം വളരെ കൂടുതലാണ്. ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണത്തിന്റെ 20% തിരിച്ച് ഓർണമെന്റ്സ് ആയിട്ട് കയറ്റിവിടേണ്ട ഒരു പോളിസി കൂടിയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് മാറ്റുകയില്ല. അപ്പോൾ കറണ്ട് ഡെഫിസിറ്റ് കുറഞ്ഞാലും വളരെ പെട്ടെന്ന് മാറ്റുകയില്ല. ബഡ്ജറ്റിനോടനുബന്ധിച്ച് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വീണ്ടും ഗോൾഡ് പ്രൈസ് നെഗറ്റീവാണ്. അപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി റിലാക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഗോൾഡ് ഇങ്ങോട്ട് വരും. ഗോൾഡ് വരുന്ന സമയത്ത് സപ്ലൈ സൈഡ് കൂടുകയും ഡിമാൻഡ് അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് വീണ്ടും ഈ ബഡ്ജറ്റിനോടനുബന്ധിച്ച് അങ്ങനെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലെ ഒരു ഡിസിഷൻ വന്നാൽ വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമതായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ പോലെ മാർച്ച് മാസത്തിൽ ഇത്തരത്തിൽ റുപ്പി വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഇന്നത്തെ നിലയിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന റുപ്പിയുടെ ഫ്യൂച്ചറിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസം 2015 സെപ്റ്റംബർ വരെയുള്ള കോൺട്രാക്ട് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ കറൻസി ഫ്യൂച്ചർ മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
അതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 63 ലെവലിലായിരിക്കും. ഒരു 1 ഇയർ കോൺട്രാക്ട്, ഫാർ കോൺട്രാക്ട് കാണുന്നത്. അതേപോലെ ഇപ്പോൾ നിൽക്കുന്ന കറൻസിയുടെ വില എന്ന് പറയുന്നത് 1680 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60ലേക്കോ അല്ലെ 59ലേക്കോ വരികയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു ലോട്ടോ 2 ലോട്ടോ നമുക്ക് സെല്ല് ചെയ്താൽ കറൻസി മാർക്കറ്റിൽ നമുക്ക് വിറ്റിടാൻ സാധിക്കും. കറൻസി മാർക്കറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാം. കയ്യിലില്ലാത്ത ഫ്യൂച്ചർ കറൻസി നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്തിട്ട് ഈ 1 ഇയർ കോൺട്രാക്റ്റിനകത്ത് നമുക്ക് തിരിച്ച് വാങ്ങാം. ഇത് പ്യൂർലി ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് നമുക്ക് വിറ്റിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഫോർകാസ്റ്റിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിനോടനുബന്ധിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കറൻസിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെല്ല് ചെയ്ത് തിരിച്ചു പിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്നും യൂറോ ആൻഡ് പൗണ്ട് ഇങ്ങനെ 4 കറൻസീസ് ആണ് മേജറായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ നമ്മുടെ മെസ്സേജ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ റിസർച്ച് കോളായിട്ട് ഒരു ദിവസം 1-2 കോൾ കൊടുക്കുന്നു. ഇതിന് വേണ്ടുന്ന മാർജിൻ ഒരു 2500 റുപ്പീസ് ആണ് കറൻസി നോർമലി ചെയ്യുന്ന മാർജിൻ. നമുക്ക് സ്റ്റോക്ക് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡിങ്ങിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റും കൊടുക്കുന്നുണ്ട്. ഉദാഹരണം, നമുക്കൊരു 5000 രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ ഡി പിയിലുണ്ടെങ്കിൽ ആ ഡി പി ഹോൾഡിങ്ങിന് അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൽ മാക്സിമം ഒരു ദിവസം വരുന്ന മൂവ്മെന്റ്സ് ഒരു 300 രൂപയുടെ, അതായത് 300 റുപ്പീസിന്റെ അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ്, 300 റുപ്പീസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള നിലയിലേക്ക് ഉള്ള മൂവ്മെന്റ്സ് ആണ് നോർമലി കറൻസിയിൽ ഒരു ലോട്ടിൽ കാണിക്കുന്നത്. 1000 ആണ് അതിന്റെ ലോട്ട് സൈസ്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നമുക്ക് കറൻസി കൂടി നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വരും ദിവസങ്ങളിലെ സെൻസെക്സിന്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ മൂവ്മെന്റും അതുപോലെ തന്നെ ഓവറോൾ മാർക്കറ്റിലെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കറൻസി റിലേറ്റഡും ആൻഡ് കമോഡിറ്റി റിലേറ്റഡും കൂടിയാണ്. കാരണം ഇതെല്ലാം കോറിലേറ്റഡ്, ഇന്റർറിലേറ്റഡ് ആണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ NSE തന്നെയുള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ ബ്രാഞ്ചുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ NSEയുടെ അതിൽ കൂടെ തന്നെ എടുത്തിടും. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയുണ്ട് കറൻസിയുടെ ടൈമിങ്. ആ ടൈമിനിടയിൽ നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധിക്കും. ഇതാണ് ബേസിക്കലി ഉള്ളത്. ഈ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ പ്യൂർലി ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കറൻസി ടെർമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. NSE കറൻസിയിൽ NSE ഡോളറിന്റെ ഓപ്ഷൻസ് ഉണ്ട്. വെറും 300 രൂപ 200 രൂപയാണ് ഓപ്ഷന്റെ മുഴുവനായിട്ട് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 230 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 60ന്റെ പുട്ട് വാങ്ങിച്ചിടാൻ പറ്റും. 60 റുപ്പീസിന്റെ 60 സ്ട്രൈക്ക് പ്രൈസിന്റെ ഡോളറിന്റെ നമുക്ക് ഇപ്പോൾ ഒരു ലോട്ട് വാങ്ങിയിടണമെങ്കിൽ ഒരു 200 രൂപ മുതൽ 500 രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ നമുക്ക് വാങ്ങിച്ചിടാൻ പറ്റും. സെറ്റിൽമെന്റ് നമ്മൾ നോർമൽ ഡെറിവേറ്റീവ് സെറ്റിൽമെന്റ് പോലെ തന്നെ അത് എല്ലാ മാസവും ഒരു 31st ആണ് അതിന്റെ സെറ്റിൽമെന്റ് വരുന്നത്. ലാസ്റ്റ് തേഴ്സ്ഡേ അല്ല, ലാസ്റ്റ് 29, 30 ആ ലെവലിൽ അവർ ഫിക്സ് ചെയ്യുന്ന ഡേറ്റ് ആണ്. തേഴ്സ്ഡേ അല്ല, ലാസ്റ്റ് തേഴ്സ്ഡേ. നമ്മുടെ സാധാരണ ഡേറ്റ് പോലെ ലാസ്റ്റ് തേഴ്സ്ഡേ അല്ല വെക്കുന്നത്. അതിന് തൊട്ട് 30th മുമ്പുള്ള ഒരു വർക്കിംഗ് ഡേ അവർ ഫിക്സ് ചെയ്യാൻ. അതെ. നമ്മൾ നോർമലി നമ്മൾ ഇക്വിറ്റി ഡെറിവേറ്റീവ് പോലെ തന്നെ. അതെ. അതിന്റെ മാക്സിമം ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ 300 രൂപ എടുത്തൊരു പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡൗൺ സൈഡ് റിസ്ക് 300 രൂപയാണ്. അപ്സൈഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 300 രൂപ 700, 800, 1000 രൂപ ആവാം. ഇപ്പോഴത്തെ നോർമൽ ടെൻഡൻസി നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റുമായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള നിലയിൽ നമുക്ക് ഒരു 5 months റുപ്പി കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 67 അല്ലെ 69 എന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇത് നോർമൽ കയറ്റമായിരുന്നില്ല. സ്വാഭാവികമായിട്ടും 69 ഒരിക്കലും അത് ഗവൺമെന്റിന്റെയൊക്കെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്തും കറണ്ട് ഡെഫിസിറ്റ് വളരെയധികം കൂടിയ സമയത്തുണ്ടായ ഒരു മൂവ്മെന്റ് ആണ്. തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് അവിടെ സെല് ചെയ്യാമായിരുന്നു. അതേപോലെ ഇപ്പോഴും നമ്മൾ പറയുന്നു ഈ മാർക്കറ്റ് വീണ്ടും എല്ലാ തരത്തിലും റിവൈവ് ചെയ്യാനുള്ള കുറച്ചുകൂടി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ബഡ്ജറ്റിനോടനുബന്ധിച്ച്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഈ രീതിയിൽ സെല്ലിങ് ഓപ്ഷനായിട്ട് നമുക്ക് എടുത്തിട്ട്, അതായത് പുട്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാം, അതോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ സെല് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഡോളറിൽ ചെയ്യാൻ സാധിക്കും. ഡോളർ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബജാജ് ബ്രാഞ്ചുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇൻട്രാഡേ, അതായത് ഒരു ദിവസം മാത്രം ചെയ്തു നോക്കാനൊക്കെ ആണെങ്കിൽ 1000 രൂപ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ മാർജിൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് ബേസിക്കലി ഉള്ളത്. നമ്മൾ പ്രധാനമായിട്ട് NSE കറൻസിയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ MCX കറൻസി ഉണ്ട്, വോളിയം കുറച്ച് കുറവാണ്. NSE കറൻസിയിലാണെങ്കിൽ നല്ല വോളിയം ഉണ്ട്, ഓപ്ഷനിലും നല്ല വോളിയം ഉണ്ട്. ഇതാണ് ബേസിക്കലി ഉള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ MCX കറൻസി സെയിം തന്നെ, 2 എക്സ്ചേഞ്ച് ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ NSE BSE ചെയ്യുന്ന പോലെ 2 എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ. MCX SX എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ആയിരുന്നു അതിനകത്ത് ഉണ്ടെന്ന്. പക്ഷേ വോളിയം കമ്പാരിറ്റീവ്ലി കുറവാണ് ഇപ്പോൾ വന്നിട്ട്. അല്ലല്ല, നമ്മൾ എപ്പോഴും ഡെറിവേറ്റീവ് നമ്മൾ ഏത് മാസത്തെയാണ് എടുക്കുക ആ മാസത്തിലാണ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒക്ടോബറിലാണ്.
നവംബറിലാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഡിസംബർ മുതൽ അവൈലബിൾ, നവംബർ മുതൽ അവൈലബിൾ ആയിരിക്കും. നവംബർ മുതൽ അടുത്ത നവംബർ വരെ, ഒരു വർഷം വരെയുള്ള കോൺട്രാക്ട്സ് റേറ്റാണ്. അപ്പോൾ നമ്മൾ ജനുവരിയാണ്, അടുത്ത വർഷം ജനുവരിയിലാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മാർച്ച്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലാണ് എടുക്കുന്നതെങ്കിൽ, ഏപ്രിൽ മാസത്തിൻ്റെ സെറ്റിൽമെൻറ്റ്, ഏപ്രിൽ മാസത്തിലാണ് സെറ്റിൽ ചെയ്യേണ്ടത്. നമ്മൾ വാങ്ങിയാൽ ഏപ്രിൽ മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് വിൽക്കണം, അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ ഏപ്രിലിന് മുമ്പായിട്ട് അത് തിരിച്ചു വാങ്ങണം. ഇതാണ് അതിൻ്റെ. ഡെയിലി മാർജിൻ കീപ്പ് ചെയ്യണം. ഡെയിലി ഒരു 2% to 5%, 3% ആണ് മാർജിൻ ഉള്ളത്. ആ പെർസെൻറ്റ് എല്ലാ ദിവസവും ഡെയിലി മാർക്ക് ടു മാർക്കറ്റ് മാർജിൻ കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ. അപ്പോൾ ഈ രീതിയിൽ നോക്കണം. ഉണ്ട്. അതെ, 1 മന്ത് ഇല്ല, നേരത്തെ 1 ഇയർ വരെയുള്ള അവൈലബിൾ ആണ്. 1 ഇയർ വരെയുള്ള അവൈലബിൾ ആണ്. അത് ഓപ്ഷനിലും അവൈലബിൾ ആണ്. ഓപ്ഷനിൽ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള, അതെ, 1 ഇയർ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രീമിയം കൂടുതലായി. ഇത്രയോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതെ, അത് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വെക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞാണ് ഇതൊരു കറൻസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അല്ല, അത് മുത്തൂറ്റ് ഫിനാൻസിന്റെ മെയിൻ ബിസിനസ് പറയുമ്പോൾ ഗോൾഡ് ലെൻഡിങ് ആണല്ലോ. ലെൻഡിങ് ബിസിനസ് ഇപ്പോൾ ഉണ്ട്. ആൾക്കാർ ഗോൾഡ്, അല്ല, അസറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അവർ അതനുസരിച്ച് വാല്യൂ ടു ഇത് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മുമ്പ് 24,000 ഒരു പവൻ ഉണ്ടായിരുന്നെങ്കിൽ 20,000 കൊടുക്കത്തുള്ളെങ്കിൽ അത് കുറയുന്നതനുസരിച്ച് ഇവർ ലോണിന്റെ കൊടുക്കുന്ന എമൗണ്ടും കുറയ്ക്കുന്നുണ്ട്. ബാങ്ക്സിലൊക്കെ അതുപോലെ കുറയ്ക്കുന്നുണ്ട്. ഇപ്പം ഡെയിലി അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഗോൾഡ് പ്രൈസ് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഈ ലോൺ ടു വാല്യൂ എന്നുള്ളത് കുറച്ച് കൊണ്ടുവരും. അപ്പം മുമ്പിലത്തെ പ്രൈസിനാണ് ഇവർ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡീഷണലി ഒന്നിലെ ജ്വല്ലറി വല്ലതും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫണ്ട് ചോദിക്കുന്നുണ്ട്. അവർ ഡെയിലി മോണിറ്ററിംഗ് ആണ് ഇപ്പോൾ എല്ലാ കമ്പനീസും, ഗോൾഡ് ലോൺ കമ്പനീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ലെൻഡിങ് ബിസിനസ് കുറയുന്നില്ല. കുറഞ്ഞാൽ അതനുസരിച്ച് അവർ അഡീഷണലി ഒന്നിലെ ജ്വല്ലറി മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ അഡീഷണൽ എമൗണ്ട് മേടിക്കാറുണ്ട്. അഡീഷണലി ഫണ്ട് നമ്മൾ ലോൺ വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് അഡീഷണലി ഫണ്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതാ ചെയ്യുന്നത്. പിന്നെ ഇത് പ്രൈവറ്റ് കമ്പനീസ് കൂടുതലും വളരെ ഷോർട്ട് ടൈം ആണ് കൊടുക്കുന്നത്. 1 ഇയർ 2 ഇയർ അതിൻ്റെ അകത്തെ കൊടുക്കത്തുള്ളൂ. 6 months 1 ഇയർ 2 ഇയർ അത്ര. ഒരു വളരെ ലോങ് ടൈം ബേസിസിലൊന്നും ആരും കൊടുക്കുന്നില്ല ഇപ്പോൾ. പിന്നെ കൂടുതലും ജ്വല്ലറീസ് മേടിക്കുന്നത്, റാ ഗോൾഡ് ആരും മേടിക്കുന്നില്ല. ജ്വല്ലറീസ് ആകുമ്പോൾ അതിന് മേക്കിംഗ് ചാർജസ് കാണും. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡഡ് ആണ് അതിൽ വരുന്നത്. അല്ല, ഈ ഇവർ മേടിക്കുന്നത് മുത്തൂറ്റൊക്കെ മേടിക്കുമ്പോൾ അവർ ഇൻക്ലൂഡിങ് ഈ മേക്കിംഗ് ചാർജസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. അവർ ഗോൾഡിന്റെ വാല്യൂ മാത്രമേ അവർ എടുക്കത്തുള്ളൂ, മേക്കിംഗ് ചാർജസ് ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ആക്ച്വലി അവർ മേടിക്കുന്നതിന്റെ ജ്വല്ലറിക്ക് കൂടുതൽ അസറ്റാണ് അവർ മേടിക്കുന്നുണ്ട്. അല്ല, അസറ്റാണ് നമ്മൾ, അല്ല, അവരുടെ അസറ്റല്ല, അവർ ഇതല്ലേ ഹോൾഡിങ്. അതെ, ടൈറ്റാനും ഇപ്പോഴത്തെ ലെവലിൽ ഈ ക്വാർട്ടറിൽ അവർ കുറച്ച് ഈ ഗോൾഡ് പ്രീമിയത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 59 crores ലോസ് എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിലാണ് ഇറങ്ങിയത്. പക്ഷേ റിസൾട്ട് കുഴപ്പമില്ല. പക്ഷെ ടൈറ്റാൻ നല്ല കമ്പനിയാണ്, ഹോൾഡ് ചെയ്യാം. BPCL കയറാം. കാരണം ഈ ക്രൂഡിന്റെ പ്രൈസ് ഇറങ്ങുന്നതുകൊണ്ട് BPCL, HPCL അതുപോലത്തെ കമ്പനീസൊക്കെ പോസിറ്റീവാണ്, നല്ല പോസിറ്റീവാണ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസൊക്കെ മൂന്നും കുഴപ്പമില്ല സാർ. BPCL, HPCL, ഇന്ത്യൻ ഓയിൽ മൂന്നിനും പോസിറ്റീവാണ്. ഗെയിൽ ആക്ച്വലി കൂടുതൽ അവരുടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സബ്സിഡി ബർഡൻ കുറയും. ഈ ഗെയിൽ, ONGC, ഓയിൽ ഇന്ത്യ വന്ന് ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ സബ്സിഡി ഷെയർ ചെയ്യുന്നുണ്ട്. ആ സബ്സിഡി ഇപ്പം 0 ആയി. കാര്യം പെട്രോളും ഡീസലും സബ്സിഡി ഇല്ലല്ലോ ഇപ്പം. മാർക്കറ്റ് റേറ്റിലാണ് ഗവൺമെന്റ് ഈ കമ്പനീസ് ഒക്കെ വിൽക്കുന്നത്. അതുകൊണ്ട് സബ്സിഡി കുറയും. അത് ആ രീതിയിൽ ഗെയിലിന് പോസിറ്റീവാണ്. പക്ഷെ ഗെയിലിന്റെ മെയിൻ ബിസിനസ് ആകുമ്പോൾ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇതിന്റെ ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പൊ ഗ്യാസിന്റെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ബെനിഫിറ്റ് ആവത്തുള്ളൂ. ഗുജറാത്തിൽ ഹോൾഡ് ചെയ്യാം കാരണം TVTയുടെ ഹോൾഡ് ചെയ്യാം. റിസൾട്ട് വരുന്നുണ്ട്, ഹോൾഡ് ചെയ്യാം. അല്ല എങ്കിലും ഹോൾഡ് ചെയ്യാം, അത് കയറാൻ സാധ്യതയുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗബ്രിയിൽ ഹോൾഡ് ചെയ്യാം.